കേക്ക് മുറിക്കാത്ത ഒരു പിറന്നാൾ, അതിഥികൾ ആരുമില്ലാത്ത ഒരു പിറന്നാൾ. അതെപ്പോഴാണ്? ഒന്നാം പിറന്നാളിൻ്റെ പകുതി 6 മാസമാവുമ്പോൾ ഇത്തരം ഒരു പിറന്നാൾ അത് ആഘോഷമല്ല, ഒരാചാരമാക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒന്നാം പിറന്നാൾ കഴിഞ്ഞാൽ അതിഥികൾ വന്ന് എന്തെങ്കിലുമൊക്കെ അസുഖം കിട്ടി ഒരാഴ്ചക്കപ്പുറം പലപ്പോഴും ആശുപത്രിവാസം വേണ്ടി വരുന്ന, അതിന് പകരം ഈ 6-ാം മാസത്തെ അർദ്ധവാർഷിക പിറന്നാൾ ദീർഘനാളത്തെ ആയുസ്സിനും ആരോഗ്യത്തിനും ഉതകുന്ന രീതിയിൽ ആണ് ആചരിക്കുന്നത്, ആഘോഷിക്കുകയല്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ 14-ാമത്തെ ആഴ്ചയിൽ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അസുഖമൊന്നുമില്ലാത്ത കുഞ്ഞിനെ ഡോക്ടറായിട്ട് കൊണ്ടുവരുന്നത് 10-ാം മാസത്തിൽ MR വാക്സിൻ എടുക്കാനാണ്. ആ ഒരു വലിയൊരു കാലഘട്ടത്തിനിടയിൽ പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്തേക്ക് വരുന്നില്ല. പക്ഷേ ഏറെ ആവശ്യമുണ്ട് ഡോക്ടർമാരുടെ അടുത്ത് വരേണ്ടതിന്. കാരണം മുലപ്പാൽ കുറയുകയും കട്ടിയാഹാരം കൊടുത്ത് തുടങ്ങേണ്ടുന്ന 6 മാസത്തിൽ ആർക്കും അറിയില്ല ഏത് രീതിയിലാണത് ചെയ്യേണ്ടത്, എന്തൊക്കെ കൊടുക്കാം, എന്തൊക്കെ കൊടുക്കാൻ പാടില്ല, അത് ശരിയാണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ, പലപ്പോഴും തെറ്റുകളും വരുത്തുന്ന ഈ കാലഘട്ടത്തിൽ ഒരു 6-ാം മാസത്തിൽ ഒന്നുകിൽ ഡോക്ടറെ വിസിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എങ്ങനെയായാലും ആ ഒരു ആചരണം നമ്മുടെ കേരളത്തിൽ വരുന്ന ആളുകളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കട്ടിയാഹാരം കൊടുത്ത് തുടങ്ങുകയും 6 മാസത്തിന് ഇടയിൽ ശരിയായ രീതിയിൽ കൊടുക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ പലപ്പോഴും അതുകൊണ്ട് വെയിറ്റ് കുറയുന്നു, അസുഖങ്ങൾ വരുന്നു. ഇപ്പോൾ ഈ അടുത്ത് ലോകാരോഗ്യ സംഘടനയുടെ നിഷ്കർഷ പ്രകാരം ചില മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിലെ ഭക്ഷണത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത് എടുത്തു പറയേണ്ടത് മധുരവും ഉപ്പും അത് ചേർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ കട്ടിയാഹാരങ്ങളിൽ ഒന്ന് അമൃതം പൊടിയാണ്. ഈ അമൃതം പൊടിയിൽ ധാരാളം നല്ല മധുരമുണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ 1 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് അമൃതം പൊടി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. 2 മാസത്തിന് മുമ്പേ നമ്മൾ മധുരമോ തേനോ അതുപോലെ തന്നെ ഉപ്പോ നമ്മളായിട്ട് ചേർക്കാതിരിക്കുക. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ധാരാളം മതി. അഥവാ ഇത്തിരി മധുരം ഉണ്ടാവുകയാണെങ്കിലും ശർക്കര ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. മധുരം ചേർക്കണമെന്നല്ല, ഒഴിവാക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പുതിയ നിഷ്കർഷം. അതുപോലെ തന്നെ പശുമ്പാൽ നമ്മൾ 1 വയസ്സിന് മുമ്പേ കൊടുക്കേണ്ട ഒഴിവാക്കുക. കാരണം അലർജി, ആസ്മ, എക്സിമ, പ്രമേഹം ഒക്കെ പിന്നീട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായും പശുമ്പാലും പൊടികളും ഒഴിവാക്കുകയാണ്. പക്ഷേ അത്യാവശ്യത്തിന് കുറുക്കിൽ രുചിക്ക് വേണ്ടി മാത്രം 1-2 ടീസ്പൂണ് ചേർക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള നിലയിലേക്ക് അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. മറ്റൊരു മാറ്റം, നമ്മൾ മുട്ടയുടെ മഞ്ഞക്കുരു 10 മാസത്തിലും വെള്ള 1 വയസ്സിന് ശേഷം കൊടുക്കുക എന്നാണ് പറയാറ്. ഇപ്പോൾ 6 മാസം ആകുമ്പോൾ തന്നെ മാംസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ നേരത്തെ തുടങ്ങാം. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻസ് കുടുംബങ്ങളിൽ മുട്ടയുടെ മഞ്ഞക്കരു 6 മാസം ആകുമ്പോഴും ഇത്തിരി നേരത്തെ തന്നെ മത്സ്യം, മാംസാദികൾ നന്നായിട്ട് വേവിച്ച് എരിവ് കുറച്ചിട്ട് കൊടുത്ത് തുടങ്ങാം എന്നുള്ള ഒരു മാറ്റം വന്നിരിക്കണം. മറ്റൊരു കാര്യം, നമ്മൾ അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ള ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ അകത്ത് കപ്പലണ്ടി, ഗ്രൗണ്ട് നട്ട്സിൻ്റെ അലർജി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില ഐറ്റംസ്, അത്തരത്തിലുള്ള ഐറ്റംസ് ഇത്തിരി കൂടുതൽ നേരത്തെ കൊടുത്തു തുടങ്ങുന്നത് ചില അസുഖങ്ങൾക്ക് വരാതിരിക്കാൻ സാധ്യത, അലർജി, ആസ്മ പോലുള്ള കാര്യങ്ങൾ കുറവാകാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് 6 മാസത്തിന് മുമ്പ്? കാരണം 6 മാസത്തിന് മുമ്പ് മുലപ്പാൽ മാത്രമല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഈ ചില ചെമ്മീൻ പോലത്തെ കാര്യങ്ങൾ ഒക്കെ അമ്മ കൂടുതൽ ആ ലാക്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കഴിക്കുന്നത് ചിലപ്പം ഗുണം ചെയ്തേക്കാം. ഇത് പുതിയ പഠനങ്ങളാണ്. അലർജിയുടെ സാധ്യത, അത്തരത്തിലുള്ള അസുഖങ്ങളുടെ സാധ്യത ഈ കുട്ടികൾ നേരത്തെ മണ്ണിൽ കളിക്കുന്നത് കുട്ടികൾക്ക് ആസ്മ കുറവാണ്, ഇൻഫെക്ഷൻസ് പിന്നീട് വരുന്ന കുറവാണെന്നുള്ള പഠനങ്ങളുണ്ട്. അതുപോലെ തന്നെ അലർജൻസ് കുറച്ച് നേരത്തെ എക്സ്പോസ് ചെയ്യുന്നത് അവർക്ക് അതിനെ മറികടക്കാനുള്ള സാധ്യത ഒരുങ്ങും എന്നുള്ള പഠനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, 6 മാസത്തിന് മുമ്പേ പലപ്പോഴും നമ്മൾ മൂത്ത കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ കുർക്കുറെ, ലേസ് അല്ലെങ്കിൽ പലഹാരങ്ങൾ കാര്യങ്ങളൊക്കെ കുട്ടികൾ കഴിക്കുമ്പോൾ
ചെറിയ കുട്ടീൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കും. ഈ കാർബണേറ്റഡ് ബിവറേജസ്, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മൂത്ത കുട്ടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ പ്രായത്തിലുള്ള കുട്ടിക്ക് കൊടുക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ടി വിയും ഗാഡ്ജറ്റും മൊബൈലും സർവ്വസാധാരണമായിരിക്കുമ്പോൾ അമ്മമാർ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുമ്പോൾ പടം കാണിച്ച് മൊബൈൽ കാണിച്ചിട്ടാണ്. ടി വിയും മൊബൈലും ഒഴിവാക്കിക്കൊണ്ട് കൊച്ചിന് കണ്ണിൽ നോക്കി പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ട്, കഥ പറഞ്ഞുകൊണ്ട്, പാട്ടുപാടിക്കൊണ്ട് ആണ് കുട്ടികൾക്ക് ആഹാരം കൊടുക്കേണ്ടത്. അത് വളരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ടി വി കാണിച്ചുകൊണ്ട് കുട്ടി രുചി അറിയാതെ ഒന്നും അറിയാതെ കുട്ടിയുടെ വയറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതല്ല വേണ്ടത്. കുറുക്ക് കൊടുക്കേണ്ട രീതികളിൽ അമ്മയും കുഞ്ഞും പരസ്പരം ആസ്വദിച്ചുകൊണ്ട്, അത് വളർച്ചാ വികാസങ്ങളിൽ വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്രയും. താങ്ക് യു.